ഏവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ ഓണമൊക്കെ ഈ വരുവാകുമ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ അത്യാവശ്യം വേണ്ടുന്ന ഒരു കറിയാണിത്. ഒരു അച്ചാർ, കറിയല്ല അച്ചാറാണ്. അച്ചാർ എന്ന് പറഞ്ഞാൽ വടുകപ്പുളി നാരങ്ങ കൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ വടുകപ്പുളി നാരങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓണ സീസണിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അല്ലാത്തപ്പോൾ ഈ ഇടയ്ക്കെങ്ങാണമൊക്കെ യാദൃച്ഛ കിട്ടിയെങ്കിലേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അച്ചാർ ഇടുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ്. നമ്മൾ സാധാരണ നമ്മുടെ ഇവിടോട്ടൊക്കെ എറണാകുളം ജില്ലയിലൊക്കെ ഈ അച്ചാർ ഇടുന്നത് മുളക് പൊടി ചേർത്താണ് അച്ചാർ ഇടുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ തെക്കോട്ടൊക്കെ ഈ അച്ചാർ ഇടുന്നത് മുളക് പൊടി ചേർക്കാതാണ് ഈ വെള്ളനാരങ്ങ എന്ന് പറയും, ഈ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇടുന്നത്. അപ്പൊ അങ്ങനെയാണ് വെള്ള നാരങ്ങയാണ് ഇടാൻ പോകുന്നത്. അതിന് നമ്മുടെ ചെറിയ ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക്, ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ഇതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ വടുകപ്പുളി നാരങ്ങ ഇടുന്ന നാരങ്ങ. ഇതാണ് അല്ലേ? നാരങ്ങ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പഴുത്ത നാരങ്ങയാണ്. പച്ച നാരങ്ങ മേടിക്കരുത്. പച്ച നാരങ്ങ ഇടുമ്പോ ഒരു ചൂരിയാവ വരും ഇതിന്. അപ്പൊ പഴുത്ത നാരങ്ങയാണ്. ചിലരാണ് ഇതിന് തൊലി ചെത്തും, പക്ഷെ തൊലി ചെത്തി അതിന്റെ ഗുണം പോവും. അപ്പൊ തൊലി ചെത്താതെ കണ്ടാണ് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് വറ്റൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കില്ല. നമ്മൾ കുറെ കാന്താരി മുളക് ഇഷ്ടമുള്ളവർക്ക് അത് കാന്താരി ഇടാം. പിന്നെ നമ്മൾ ഇത് കുറെ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. ഈ പച്ചമുളക് ഈ നാരങ്ങയും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് സദ്യക്ക് നമ്മൾ പായസം കഴിക്കുന്നതിന് മുമ്പല്ലേ ഇത് കഴിക്കുന്നത്? പായസത്തിന്റെ കൂടാണ് ഈ നാരങ്ങ വിളമ്പുന്നത് അല്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. പായസം കുടിക്കാനും ഏറ്റവും നല്ലതായി നാരങ്ങ. അപ്പൊ പായസം നന്നായിട്ട് കുടിക്കണമെങ്കിൽ അതിന്റെ കൂടെ തന്നെ സദ്യക്കൊക്കെ ആണെങ്കിൽ തെക്കോട്ടൊക്കെ സദ്യക്ക് പായസം വിളമ്പുന്ന ഒപ്പം തന്നെ ഈ നാരങ്ങ വിളമ്പും അല്ലേ? അല്ലാതെ നാരങ്ങ വിളമ്പില്ല. അതുപോലെ തന്നെ തെക്കോട്ടൊക്കെ ഈ ചെറുനാരങ്ങ അച്ചാറില്ല സദ്യക്ക്, ഈ നാരങ്ങ അച്ചാറാണുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ തൊലിയൊന്നും ചെത്തരുത് കേട്ടോ. നമ്മുടെ ബബ്ലിസ് നാരങ്ങ പരമാവധി കളയാവുന്നിടത്തോളം അരി കുത്തി കളയണം. ആണോ? അതിങ്ങനെ ഇതിന്റെ കാമ്പങ്ങ് ചെത്തിയിട്ട് ഈ അരി തേണ്ടി ഇങ്ങനെ കുത്തി കളയണം അല്ലേ? കുത്തി കളയണം. മൊത്തം കളയണമെന്നില്ല, എന്നാലും കുറച്ച് അരിയൊക്കെ ഞാൻ കളയുവാണെങ്കിൽ. പിന്നെ ഈ അരിയുന്നത് ഇങ്ങനെയാണ് അരിയുന്നത്. അതെന്താണ് ഓണസദ്യക്ക് ഇടുന്നെന്ന് പറഞ്ഞാൽ ഒരാഴ്ചക്ക് മുമ്പ് ഇത് ഇട്ട് വെച്ചിരുന്നാല് ഇട്ട് വെക്കണം വെച്ചാൽ അത് അവിടെ ഇരുന്നോളും. അപ്പൊ ഇതാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞ ഓണസദ്യക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്തു വെക്കേണ്ട സാധനം അച്ചാറുകളാണ് അല്ലെ? നമ്മൾ എന്തൊക്കെ അച്ചാറാണ് ഉണ്ടാക്കണം അതൊക്കെ ഇപ്പൊ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ ഈ പ്രാവശ്യം വടുകപ്പുളി നാരങ്ങ അച്ചാർ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. കാരണം ഇത് ഇപ്പൊ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെ നല്ല സെറ്റ് ആവും, പാകത്തിനിരിക്കും. ഇതെങ്ങനെയാണ് ഈ നാരങ്ങ അരിയുന്നത്? ഇതെങ്ങനെ കാണിച്ചമ്മേ? ഈ ഒരു രീതിയിൽ അല്ലെ? അതായത് എല്ലാ കഷ്ണത്തിലും ഇതിന്റെ കുറച്ച് തുണ്ടുണ്ട്, മാംസവും ഉണ്ട് അല്ലെ? അങ്ങനെയാണ് അരിയുന്നത്. പണ്ടൊക്കെ വീട്ടിലൊക്കെ അമ്മയൊക്കെ അരിയുമ്പോ ഞങ്ങൾ പറിക്കൊണ്ട് ഓടിപ്പോയി ഒരു കഷ്ണം എടുത്തോണ്ട് തിന്നാനായിട്ട്. ഇവിടെ മിക്കവാറും ഉണ്ടാക്കാറുള്ള ഒരു അച്ചാറും കൂടിയാണ് കേട്ടോ ഇത്. ഇതിന് പക്ഷേ പ്രത്യേക രുചിയായി അച്ചാറിന്. മുളക് പൊടി ഇട്ട് അച്ചാർ വെക്കുന്നതിനെക്കാട്ടും രുചി ഈ വെള്ള നാരങ്ങ. പിന്നെ എളുപ്പമാണ് കേട്ടോ ഇത്, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതെ ഒരു കാര്യം, നമുക്ക് ആദ്യം ഈ നാരങ്ങ മുഴുവനും നമുക്ക് കണ്ട ഇങ്ങനെ കുഞ്ഞു പീസാക്കി ആദ്യം നിങ്ങൾ കട്ട് ചെയ്യണം. എന്നിട്ട് ഓരോന്നും ഇത് ഇങ്ങനെ അതിന്റെ കുറച്ച് മാംസവും കുറച്ച് തുണ്ടും കൂടെ വന്ന രീതിയിൽ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് നമുക്ക് മുഴുവൻ എടുക്കാം. ഈ ഒരു രീതിയിൽ കീറി എടുക്കണം ഓരോ നാരങ്ങ പീസും. കണ്ടില്ലേ? അങ്ങനെ കീറി എടുത്തതിന് ശേഷം വളരെ ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഒരു കഷ്ണം കാണിച്ചു തരാം. കണ്ടോ? ഈ ഒരു തിക്നെസ്സിലാണ് കീറി എടുക്കുന്നത്. കണ്ടില്ലേ? അതിനുശേഷം ഇങ്ങനെ ഓരോ കഷ്ണത്തിലും എല്ലാ കഷ്ണത്തിലും കുറച്ച് തുണ്ടുമുണ്ട്, കുറച്ച് മാംസവും ഉണ്ട്. അങ്ങനെയാണ് ഇത് അരിയുന്നത്. അങ്ങനെ നമ്മുടെ നാരങ്ങ മൊത്തം നമ്മളിത് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എന്താ അതരിയുന്ന എങ്ങനെ? നിങ്ങൾക്ക് കാന്താരി ഉണ്ട്, കാന്താരി ആയിരിക്കും നല്ലത് അല്ലേ? അല്ലെങ്കിൽ വട്ടം വട്ടം ഇട്ടാ മതി അല്ലേ? ഇതിന്റെ കൂടെ അങ്ങ് അരിഞ്ഞിട്ടാ മതി അതല്ലേ? അല്ലാതെ ഇത് ഇങ്ങനെ മൂപ്പിക്കുവോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ഇതിന്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് തന്നെ അരിഞ്ഞിട്ടാ മതി. പച്ചമുളക് മൊത്തം നമ്മൾ അതിന്റെ അകത്തേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു എത്ര പച്ചമുളക് ഉണ്ടായിരുന്നു? 10. അത് അവനവന്റെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാം അല്ലെ? ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ ഇത്രയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അല്ലേ വെച്ചൊന്ന് ചതയ്ക്കാം. അതെ, നമ്മുടെ വെളുത്തുള്ളി എല്ലാം നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അത് എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ ഗുണം പൊട്ടിച്ച് പോയിട്ട് നല്ല
കിട്ടും അതിന്. ഇത്രയും മതി. നമ്മൾ അച്ചാറിനൊക്കെ ചീനിച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഒഴിക്കുന്ന ശകലം നല്ലെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ശകലം മതി നല്ലെണ്ണ, ഒത്തിരി എണ്ണ വേണ്ട. ശകലം മതി. നമ്മളിത് കടുവ് പൊട്ടിക്കുക, വെച്ചിട്ട് കടുവൊക്കെ ഒന്ന് പൊട്ടാനും മാത്രം, ഈ വെളുത്തുള്ളി ഒന്ന് ചുമക്കാൻ മാത്രം മതി. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കടുക് ഇടാം. അപ്പൊ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് അങ്ങോട്ടൊന്ന് ഇടാം. ഒന്ന് ചുമന്നാൽ മതി കേട്ടോ, ഒത്തിരി മൂക്കരുത്. പയ്യെ പച്ചപ്പൊന്ന് മാറണം. കറിവേപ്പിലയും ചേർക്കാം. അപ്പൊ നമ്മൾ തീ കെടുത്തു വേണം. നമ്മുടെ വെളുത്തുള്ളിയൊക്കെ തീ കളറൊക്കെ മാറി നമുക്ക് തീ അങ്ങ് കെടുത്തിയേക്കാം. ഇനി അരി വെച്ചിട്ട് നാരങ്ങ അങ്ങിടാം. ഇനിയിപ്പോ ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചട്ടിയുടെ ചൂട് മാത്രമേ ഉള്ളൂ. അപ്പൊ നാരങ്ങ നമ്മൾ ഇടും. ഇനി ചൂടിന്റെ ആവശ്യമില്ല നമുക്ക്. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പല്ലേ? ഉപ്പിടുക. നമ്മൾ ഉലുവാപ്പൊടി. അപ്പൊ ഇതിന്റെ അകത്തൊരു കാര്യമുണ്ട്, ഇഞ്ചി ചേർക്കത്തില്ല. അപ്പൊ ഇതിന്റെ അകത്ത് ഇത്ര ഉലുവാപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മള് കായപ്പൊടി. അപ്പൊ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ വെച്ച് കായപ്പൊടി കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കാനി. അപ്പൊ നമ്മളൊരു അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി അല്ലേ? മതി. അപ്പൊ ചാറുണ്ട്. ഇനി ഇത് ഇതിനൊരു ചെറു ചാറുണ്ട്. ഇനി ഇരിക്കുമ്പോ വീണ്ടും ചാറാകൂല. കാരണം നാരങ്ങ എന്നൊക്കെ ചാറ് ഇറങ്ങും അല്ലേ? എങ്ങനെയുണ്ട്? നല്ല രുചിയാണ്, നല്ല ടേസ്റ്റ് അല്ലേ? പിന്നെ ചോറിന്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആണ്. കഞ്ഞിക്ക. അപ്പൊ നമ്മുടെ വടുകപ്പുളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ട് ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മേടിച്ച് അച്ചാർ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ ഈ ഒരു വടുകപ്പുളി നാരങ്ങ അച്ചാർ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കി വെക്കണം അല്ലെ? ഓണസദ്യക്ക് വേണ്ടി. ഓണത്തിന് നല്ല റെഡിയായി നല്ല ഇതായിട്ട് ഇരിക്കും. അപ്പൊ ഓണത്തിന് വിളമ്പുമ്പോ നല്ല സൂപ്പർ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് ചെയ്തു വെക്കുക അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഈ വടുകപ്പുളി നാരങ്ങ അച്ചാറിട്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇതിന് ചെറിയൊരു വെള്ളം പോലെ വരും. അപ്പൊ ഇത് കഞ്ഞി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചോളൂ. ഇതൊന്ന് ഇരുന്നൊന്ന് സെറ്റ് ആവണം. ഈ ഒരു പച്ചമുളകിന്റെ ഒക്കെ എരിവൊക്കെ ഇറങ്ങി നാരങ്ങയൊക്കെ ഒന്ന് വാടി ഒന്ന് സെറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഇപ്പൊ തന്നെ ഉണ്ടാക്കുക. ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം വടുകപ്പുളി നാരങ്ങ അച്ചാറിന്റെ വിളമ്പുക. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്.